പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പ്രകാശിപ്പിക്കാം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ശ്രേഷ്ഠന്മാരിലൊരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയുമില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, സഹനമാണ് ഇന്നത്തെ തിരുവചനത്തിലെ വിഷയം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു പ്രധാനമായ ഘടകമാണ് സഹനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവൻ നടന്ന പാതയിലൂടെ യാത്ര ചെയ്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടല്ലേ ക്രിസ്തു നമ്മളോട് പറയുക, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അനുദിന ജീവിതത്തിലെ കുരിശുകളുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും പലരും പരാതി പറയുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ സഹനം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ഒന്ന് കുറയ്ക്കുകയാണ്. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ സഹനങ്ങൾ തരും. ഈ സഹനങ്ങളോടുള്ള ഭയം കാരണം പ്രാർത്ഥനയിൽ നിന്ന് ഒരു മിതത്വം പാലിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികളെ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. കൂടുതൽ ദൈവിക കാര്യങ്ങളിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും സമയം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സഹനങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് പിശാച് ഇന്ന് നമ്മളെ തട്ടിച്ചുകൊണ്ടിരിക്കുക. സഹനങ്ങളുണ്ടാകും, എന്നാൽ അവയെ അതിജീവിക്കുവാനായിട്ടുള്ള ബലം ദൈവം തരുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സഹനം വരുമെന്ന് പറഞ്ഞ് അതിനെ പേടിപ്പിച്ച് പ്രാർത്ഥിക്കാതിരിക്കുവാൻ പിശാച് ഇന്ന് തന്ത്രപൂർവ്വം അനേകരെ തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി പറഞ്ഞ ഇതാണ്, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിയുമ്പോൾ വല്ലാത്ത പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങളൊക്കെയാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ഈശോയെ കൂടുതൽ അടുത്താൽ സഹനം കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും പ്രാർത്ഥിക്കാറില്ല. ഇന്ന് പ്രാർത്ഥന ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തെറ്റായ കാഴ്ചപ്പാടാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെളുക്കപ്പെട്ടവരുടെ സമൂഹം എത്ര ശ്രേഷ്ഠം! വലിയ ഞെരുക്കങ്ങളായ അവരെ ഈ ധവള വസ്ത്രത്തിൽ അർഹരാക്കുന്നതെന്ന് എത്രയോ വാസ്തവം. നീ അവഹേളിക്കപ്പെടുമ്പോൾ, മനസ്സ് മുറിയപ്പെടുമ്പോൾ, ചെയ്യാത്ത കുറ്റങ്ങൾ നിൻ്റെ മേൽ ചുമത്തുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോഴൊക്കെ നിൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മ ഏറുകയാണെന്ന് തിരിച്ചറിയണം. കാരണം നമ്മൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ ഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മുടെ ധവള വസ്ത്രത്തിൻ്റെ ആ വെണ്മ വർദ്ധിക്കുകയാണ്. സഹനത്തിലൂടെ നമ്മുടെ വസ്ത്രത്തിൻ്റെ വെണ്മ വർദ്ധിക്കുകയാണ്. വിശുദ്ധ മേരി മാഗ്ദലിൻ ഡി പാസി അവർ പറയുകയാണ്, ഈ വിശുദ്ധ പറയുകയാണ്, ഞാൻ പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വർഗത്തിൽ സഹനമില്ല. കൂടുതൽ നാൾ ഇവിടെ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്വർഗീയ മണവാളന് വേണ്ടി സഹനം ഏറ്റെടുക്കുവാൻ. ഈ വിശുദ്ധയുടെ വാക്കുകൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തും. എന്തിനു വേണ്ടിയാണ് മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നത്? സഹിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ സഹിക്കണം.
ഈ ഭൂമിയിലെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ വചനത്തിന് വേണ്ടി, അവനോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കണമെന്നുള്ള ആഗ്രഹമാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ തെളിഞ്ഞു നിന്നത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ മേരി മാഗ്ദലിൻ ഡി പാസി പറയുക, കാരണം ഞാൻ പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? സ്വർഗത്തിൽ സഹനമില്ല. സ്വർഗത്തിൽ സഹനമില്ല, ഭൂമിയിലാണ് സഹനമുള്ളത്. ഭൂമിയിലെ സഹനം സ്വർഗത്തിലേക്ക് നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നുവെന്ന് വിശുദ്ധർ തിരിച്ചറിഞ്ഞതുകൊണ്ട് സ്വർഗത്തിൻ്റെ ആ മുൻ ആസ്വാദനം അനുഭവിക്കുവാൻ അത് സഹനം അതിനെ സഹായിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹനത്തോട് താല്പര്യം എടുത്തിട്ടുള്ള വിശുദ്ധരെ നമുക്ക് കാണാൻ പറ്റും. സ്വർഗീയ മണവാളനായി സഹനമേറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധർ. നമ്മൾ സഹിക്കുമ്പോൾ ഈശോയോടൊപ്പം സഹിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിട്ട് മാറും. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹം പറയുകയാണ്, ദൈവം സഹനങ്ങൾ നൽകുന്നത് നിന്നെക്കുറിച്ച് അവിടത്തേക്ക് വലിയ പദ്ധതികളുണ്ടെന്ന്, നിന്നെ ഒരു വിശുദ്ധരാക്കാൻ വേണ്ടിയാണെന്നും ഓർമ്മിപ്പിക്കാനാണ്. നമുക്കറിയാം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഒരു പട്ടാളക്കാരനായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ ദൈവ അനുഭവമോ ദൈവവിശ്വാസമോ ഒന്നുമില്ലാതെ സാധാരണ ഒരു പട്ടാളക്കാരൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മുറിവേൽക്കപ്പെടുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. ആ സഹന അനുഭവങ്ങളിൽ അദ്ദേഹം വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നു. പെട്ടെന്ന് വിശുദ്ധനാകാനായിട്ടുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറപൊട്ടി ഒഴുകി വിശുദ്ധിയുടെ പടവുകളിലേക്ക് അദ്ദേഹം ചവിട്ടിക്കയറി. അദ്ദേഹം സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കാരണം അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ദൈവം നിന്നെക്കുറിച്ച് വലിയ പദ്ധതികൾ രൂപപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ ഒരു വിശുദ്ധനാക്കുവാൻ വേണ്ടിയാണെന്ന് ആ സഹനങ്ങൾ നീ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണമേൽക്കാത്ത ഏത് മക്കളാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ മക്കളാക്കുവാൻ ആഗ്രഹിച്ച് ചിലപ്പോൾ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് അനുവദിക്കും. നമ്മൾ ആഗ്രഹിക്കാത്തതായിരിക്കാം. വിശുദ്ധി ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ആ വിശുദ്ധി തകർക്കപ്പെടുന്ന ഒരു സഹനത്തിൽ ചെന്ന് വീഴുമ്പോൾ യഥാർത്ഥത്തിൽ നീ അവിടെ നഷ്ടധൈര്യനാകാൻ പാടില്ല. നീ ആഗ്രഹിക്കാത്ത ഒരു തകർച്ച നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വിശുദ്ധി നഷ്ടപ്പെടുവാൻ കാരണമാകുന്ന ഒരു തകർച്ച നിൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാതിരുന്നിട്ടും വന്ന് സംഭവിക്കുമ്പോൾ നീ അവിടെ നഷ്ടധൈര്യനാകരുത്. അതിലൂടെ ദൈവം നിന്നെ തൻ്റെ പ്രിയപ്പെട്ട മകനായി മകളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയണം. അവിടെ സഹനം ഒരു പരാജയമല്ല, സഹനം ഒരു ജീവിതത്തിൻ്റെ തകർച്ചയല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം പറയുകയാണ്, പിതാവായ ദൈവത്തിന് പാപമില്ലാത്ത മകൻ ഒരുവൻ മാത്രം, എന്നാൽ സഹിക്കാത്ത ഒരു മകനോ മകളോ ദൈവത്തിനില്ല. പിതാവായ ദൈവത്തിന് പാപം ഇല്ലാത്ത ഒരേ ഒരു മകനേ ഉള്ളൂ, പക്ഷേ സഹിക്കാത്ത മക്കളില്ല. കാരണം എല്ലാവരും സഹനത്തിലൂടെ പോയവരാണ്. തൻ്റെ പാപം ചെയ്യാത്ത പ്രിയപുത്രൻ പോലും സഹനത്തിലൂടെ കടന്നുപോയി. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, പിതാവായ ദൈവത്തിന് പാപം ചെയ്യാത്ത ഒരു മകനേ ഉള്ളൂ, എന്നാൽ പിതാവായ ദൈവത്തിന് സഹിക്കാത്ത മക്കളില്ല. എല്ലാവരും സഹനത്തിലൂടെ കടന്നുപോയതാണ്. ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതം നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാമല്ലോ. അവരുടെ ജീവിതം മുഴുവനും സഹനമായിരുന്നില്ലേ? അവൻ്റെ 12 ശിഷ്യന്മാരിൽ എല്ലാവരും, യോഹന്നാൻ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ സഹനത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ കടന്നുപോയവരല്ലേ? യോഹന്നാൻ ശ്ലീഹായും സഹന അനുഭവങ്ങളിലൂടെ കടന്നുപോയതാണ്. പാത്മോസ് ദ്വീപിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥയിൽ, ഏകാന്തതയുടെ തടവറകളിലൊക്കെ യോഹന്നാൻ ശ്ലീഹ കടക്കുമ്പോഴും അദ്ദേഹം അനുഭവിച്ച സഹനങ്ങൾ അത് രക്ഷാകരമായ സഹനങ്ങളാക്കി മാറ്റുവാൻ, കാരണം സഹനത്തിൻ്റെ മൂല്യം അറിയാവുന്നതുകൊണ്ട് അവർക്ക് സാധിച്ചു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തതയിലും നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളിലും വേദനകളിലും നമ്മൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ സഹനത്തിൻ്റെ മാധുര്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാൽസ് പറയുന്നത്, സഹിക്കുക, പ്രവർത്തിക്കുക, വിശുദ്ധരാകുക. ഇതാണ് ലക്ഷ്യം. സഹിക്കുക, പ്രവർത്തിക്കുക. വിശുദ്ധരാകണമെങ്കിൽ സഹിക്കാൻ കഴിയണം, സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയണം. സഹനം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മെ സഹായിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീന, അവളുടെ ജീവിതം മുഴുവനും സഹനമായിരുന്നു. ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ 1508 ഖണ്ഡികയിൽ
അത് സംഭവിക്കുന്ന ജനുവരി 21-ാം തീയതി 1938 ഫൗസ്റ്റീന ഇപ്രകാരം തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു: ഈശോയെ അങ്ങേക്ക് വേണ്ടി ആയിരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഹനം എത്ര ഭയങ്കരമായിരിക്കും. എന്നാൽ ഈശോയെ ക്രൂശിതനായ അങ്ങാണ് എനിക്ക് ശക്തി നൽകുന്നതും സഹിക്കുന്ന ആത്മാവിൻ്റെ ചാരെ എപ്പോഴും നിലകൊള്ളുന്നതും. സഹിക്കുന്ന ഒരു വ്യക്തിയെ എല്ലാ സൃഷ്ടികളും ഉപേക്ഷിക്കും, എന്നാൽ ഓ നാഥ അങ്ങ് വിശ്വസ്തനാണ്. അതേ പ്രിയമുള്ളവരെ, സഹനത്തിലൂടെ കടന്നുപോയവർക്കൊക്കെ അറിയാം. കാരണം കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ അവർ കാണുകയില്ല. ആദ്യമൊക്കെ വലിയ സൗഹൃദങ്ങൾ, വലിയ അനുഭവങ്ങൾ, സന്തോഷങ്ങളുമായിട്ടൊക്കെ കൂടെ കൂടി നിന്നിരുന്നവർ നല്ല നാളിൻ്റെ അനുഭവങ്ങളുടെ നിമിഷങ്ങളിൽ കൂടെ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ സഹിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടെ ഈശോയുണ്ടെന്ന് തിരിച്ചറിയാനും അനുഭവിക്കുവാനും കഴിഞ്ഞാൽ സഹനം ഭാരമല്ലാതായി മാറും. വിശുദ്ധരൊക്കെ അവരുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ അവരെ ബലപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിരുന്നു. ഒരു നാൾ അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവരെ തള്ളി പറയുവാൻ ഇടയായപ്പോഴും ആ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അവരോടൊപ്പം ഈശോയുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഫൗസ്റ്റീന ശാരീരികമായി അനുഭവിച്ച സഹനം, മാനസികമായി ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന സിസ്റ്റേഴ്സിൽ നിന്നും അനുഭവിച്ച സഹനം, ചുറ്റുപാടുകളിലൊക്കെ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയാകുമ്പോഴും ഫൗസ്റ്റീനയ്ക്കുടെ ചാരെ ഈശോ ഉണ്ടായിരുന്നുവെന്ന് ഫൗസ്റ്റീന പറയുകയാണ്. അതുകൊണ്ട് ഫൗസ്റ്റീനയ്ക്ക് ബലം നൽകിയത് ദിവ്യകാരുണ്യത്തിലെ ഈശോയായിരുന്നു. ഫൗസ്റ്റീന പറയുകയാണ്: ദിവ്യകാരുണ്യം സഹിക്കാനും പോരാടാനുമുള്ള ശക്തി എനിക്ക് നൽകുന്നു. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഫൗസ്റ്റീന നേരെ ഓടിയെത്തുന്നത് വിശുദ്ധ കുർബാനയുടെ ഈശോയുടെ മുമ്പിലാണ്, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് ആ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ളൊരു ബലം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലുമൊക്കെ സഹനങ്ങളുടെ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരാതി കൂടാതെ ആ സഹനങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നത് വിശുദ്ധ കുർബാനയുമായുള്ള ബന്ധം തന്നെയാണ്. വിശുദ്ധ കുർബാനയോടുള്ള ആ ഐക്യമാണ് യഥാർത്ഥത്തിൽ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത് നൽകുന്നത്. എനിക്കറിയാവുന്ന ഒരു കുടുംബം നല്ല ജീവിതത്തിൻ്റെ ആ നല്ല മാധുര്യം അനുഭവിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ആ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെടുന്നു. പിന്നെ 2 കുഞ്ഞുങ്ങളെയുമായിട്ട് ഈ സഹോദരി ആശ്വാസം കണ്ടെത്തുന്നത്, ബലം കണ്ടെത്തുന്നത് വിശുദ്ധ കുർബാനയുടെ ഈ ദിവ്യകാരുണ്യ ഈശോയുമായിട്ടാണ്. കാരണം അതിലൂടെ ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ഈ സഹോദരി ജീവിതത്തിൻ്റെ ആ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സഹോദരിക്ക് പറയാനായിട്ടുണ്ട്: ഈശോ കൂടെയുണ്ട്, ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ ബലമാണ് ഈ സഹനങ്ങളിലും പതറിപ്പോകാതിരിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്നത്. ഈശോയ്ക്ക് വേണ്ടിയാകുന്നത് കൊണ്ട് എനിക്കിതൊന്നും ഒരു ഭാരമല്ല. ഈ സഹനം അനേകരുടെ രക്ഷയ്ക്കായിട്ട് ഉപകരിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. പ്രിയമുള്ളവരെ, ഈ സഹോദരി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ 2 മക്കളുമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. കൊച്ചുമക്കളാണ്. ഈ കൊച്ചുമക്കളുമായിട്ട് എല്ലാ സഹനത്തിൻ്റെ വേദന അനുഭവിക്കുകയാണ്. ഭർത്താവ് ഉണ്ടായിരുന്ന നാളുകളിൽ ദൈവ ശുശ്രൂഷയിലും അതുപോലെ തന്നെ പരസ്നേഹ പ്രവൃത്തിയിലുമൊക്കെ വ്യാപരിച്ച കുടുംബമാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ അകന്നു പോകാനായിട്ടിടയായി. വലിയ ബന്ധങ്ങളൊന്നും പിന്നെയില്ല. ഫോൺ വിളികളൊക്കെ കുറഞ്ഞു വരുന്നു. ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് ഭർത്താവിൻ്റെ കുടുംബക്കാരും മറ്റുള്ളവരുമൊക്കെ എപ്പോഴും വീട്ടിൽ വരികയും ഫോൺ വിളിക്കുകയും മക്കളുമായിട്ട് സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ജീവിത പങ്കാളി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കുടുംബങ്ങളിൽ നിന്നുള്ള സ്നേഹവും സാഹോദര്യവും കുറഞ്ഞു വരാൻ തുടങ്ങി. ഈ സഹോദരി, പ്രിയമുള്ളവരെ, ഫൗസ്റ്റീന പറയുന്നത് പോലെ എത്രമാത്രം അർത്ഥമുള്ളതാണ്. കാരണം സഹിക്കുന്ന ആത്മാവിൻ്റെ ചാരെ എപ്പോഴും നിലകൊള്ളുന്നത്, സഹിക്കുന്ന ആ ഒരു വ്യക്തിയെ എല്ലാ സൃഷ്ടികളും ഉപേക്ഷിക്കും. എന്നാൽ സഹിക്കുന്ന വ്യക്തിയുടെ ചാര നിൽക്കുന്നത് യേശു മാത്രമാണ്. യേശു മാത്രമാണ്. ഈ സഹോദരി അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ സഹോദരി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ മക്കളുമായിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. ഭർത്താവിൻ്റെ ചരമവാർഷികം അടുത്ത് വരാറാകുമ്പോൾ ആയി വരുന്ന സമയത്ത് എന്തോ ഒരു ഉൾപ്രേരണ കിട്ടുകയാണ്, ഒരു പ്രചോദനം കിട്ടുകയാണ്. മുടങ്ങാതെ 2 കുർബാനയിൽ പങ്കെടുക്കാം. കാരണം ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിലും, കാരണം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതോടൊപ്പം ശുദ്ധീകരണ സ്ഥലത്തെ ആ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ബലി പ്രത്യേകമായിട്ട് അർപ്പിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ 1ാം ചരമവാർഷികം ആഘോഷിക്കുമ്പോൾ കുറേ ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ, അവർ ദൈവസന്നിധിയിൽ ഉയരണം, ദൈവസന്നിധിയിൽ എത്തപ്പെടണം.
പ്രിയമുള്ളവരെ, ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ ഈ കുടുംബം കടന്നു പോകുമ്പോഴും ഈ സഹോദരിയും മക്കളും വിശുദ്ധ കുർബാന, 2 വിശുദ്ധ കുർബാന ഓരോ ദിവസവും മുടങ്ങാതെ കണ്ട് പോവുകയാണ്. സഹനങ്ങളുടെ നിമിഷങ്ങളിലും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ചെറിയ നൊമ്പരങ്ങൾ, സഹനങ്ങൾ വരുമ്പോൾ കുർബാനയില്ല, കൂദാശയില്ല, വചനവായനയില്ല, പ്രാർത്ഥനയില്ല. അത് പിശാചിൻ്റെ തട്ടിപ്പാണ്. പിശാചിൻ്റെ തട്ടിപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 25, ഞാൻ എൻ്റെ കരം നിനക്കെതിരെ ഉയർത്തും, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. ഓരോ സഹനങ്ങളുടെ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രത്യാശ നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള വിലകെട്ട ലോഹങ്ങളെ നീക്കിക്കളയുവാൻ ദൈവം അനുവദിക്കുന്ന അനുഭവങ്ങളാണ്, വേദനകളാണ് സഹനമെന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ കുതറാതെ നിന്നാൽ, മറുതലിച്ച് ഓടാതെ നിന്നാൽ, പ്രാർത്ഥനയിൽ നിന്ന് അകലാതെ നിന്നാൽ, വിശുദ്ധ കുർബാനയിൽ നിന്ന് അകലാതെ നിന്നാൽ, വചനത്തിൽ നിന്ന് അകലാതെ നിന്നാൽ, സഹനങ്ങൾ നമ്മെ ശുദ്ധി ചെയ്ത് നിർമ്മലമായ വിലയുള്ള ഒരു ലോഹമാക്കി മാറ്റും. നിർമ്മലമായ ഒരു ലോഹമാക്കി, നിർമ്മലമായ മുത്താക്കി നമ്മളെ മാറ്റും. പ്രലോഭനങ്ങൾ നമ്മുടെ സാത്താനിൽ നിന്നാണ്, നമുക്കറിയാം. പ്രലോഭനങ്ങൾ സാത്താനിൽ നിന്നും നരകത്തിൽ നിന്നുമാണ്. വിശുദ്ധ പാദ്രിപ്പിയ പറയുകയാണ്. വിശുദ്ധ പാദ്രിപ്പിയുടെ ജീവിതം നമുക്കറിയാം. സഹനങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ പാദ്രിപ്പിയയുടേത്. സഹനങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ ഈ വിശുദ്ധൻ അതിനെയൊക്കെ അതിജീവിക്കുവാൻ അദ്ദേഹത്തെ ബലപ്പെടുത്തിയത് വിശുദ്ധ കുർബാനയിലെ ഈശോയുമായുള്ള ബന്ധമാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹം ആദ്യത്തെ പഞ്ചശതധാരിയായ വൈദികനായിട്ട് സഭയിൽ ഉയർത്തപ്പെട്ടത്. ആദ്യത്തെ പഞ്ചശതധാരിയായ വൈദികനായ പാദ്രിപ്പിയോ അദ്ദേഹം പറയുകയാണ്, പ്രലോഭനങ്ങൾ സാത്താനിൽ നിന്നും നരകത്തിൽ നിന്നും, എന്നാൽ നിൻ്റെ സഹനങ്ങൾ ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും. നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹന അനുഭവങ്ങൾ അത് ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നുമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർത്ത് വെച്ച്, അവൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് ജീവിച്ചാൽ സഹനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പ്രലോഭനങ്ങൾ സാത്താനിൽ നിന്ന് വരുന്നതാണെന്നുള്ള തിരിച്ചറിവോടെ ആ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ദൈവശക്തിയിൽ ആശ്രയിച്ചാൽ നിനക്ക് പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്താനുമാകും. ഓഗസ്റ്റ് 5-ാം തീയതി 1918 വിശുദ്ധ പാദ്രിപ്പിയോ ഈ കുരിശിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചശതം കിട്ടുന്നത്. പഞ്ചശതം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് പിന്നെ സഹനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സന്യാസ സമൂഹം പോലും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയായി. പരസ്യമായി കുർബാന പോലും അർപ്പിക്കാൻ പാടില്ല എന്ന് താക്കീത് കൊടുക്കുന്ന തലത്തിൽ പാദ്രിപ്പിയോയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാമൂഹിക തലത്തിൽ നിന്നിട്ടും പാദ്രിപ്പിയോ ആ സഹനങ്ങളുടെ നടുവിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. വിശുദ്ധ കുർബാനയിൽ ഈശോയെ തള്ളിപ്പറഞ്ഞില്ല. ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മമാണ്. അദ്ദേഹം ഏറ്റവും ആനന്ദം കണ്ടെത്തുന്നത് ഒരു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴാണ്. ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ബലി അർപ്പിക്കുന്നതാണ്. വിശ്വാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് ഒരു വൈദികൻ്റെ ആ പൗരോഹിത്യത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ മഹത്വം പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പാദ്രിപ്പിയോ ആ സഹനത്തെ ഏറ്റെടുത്തു. പരസ്യമായിട്ട് വിശ്വാസികളോടൊപ്പം ചേർന്ന് കുർബാന അർപ്പിക്കാനായിട്ടുള്ള അനുവാദം നിഷേധിച്ചിട്ട് അദ്ദേഹം ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ, ഒരു തുരുത്തിൻ്റെ അനുഭവത്തിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ പാദ്രിപ്പിയോ വിശ്വാസ ജീവിതം നയിക്കാൻ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയത് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സ്നേഹവും വിശുദ്ധ കുരിശിലെ ഈശോയെക്കുറിച്ചുള്ള ധ്യാനവുമായിരുന്നു. സഹന അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലും ഇത് രണ്ടുമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റും. പാദ്രിപ്പിയ പറയുകയാണ്, ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായ കുരിശുകളുണ്ട്. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള കുരിശുകളുണ്ട്. എന്നാൽ നമ്മൾ കുരിശിലെ ചീത്തക്കള്ളനെ പോലെയല്ല, നല്ല കള്ളനെ പോലെ ആയിരിക്കണം. എത്ര മനോഹരമായ ഒരു ചിന്തയാണ് പാദ്രിപ്പിയ തരുന്നത്. കാരണം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കുരിശുകളുണ്ട്. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള കുരിശുകളുണ്ട്. എന്നാൽ നമ്മൾ കുരിശിലെ ചീത്തക്കള്ളനെ പോലെയല്ല, നല്ല കള്ളനെ പോലെ ആയിരിക്കണം. പാദ്രിപ്പിയ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ സഹനങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഇട്ട് തന്ന ആ വ്യക്തികളെ ഒന്നും പാദ്രിപ്പിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. സഭ അധികാരികളെ കുറ്റപ്പെടുത്താൻ പോയില്ല. കൂടെയുള്ള സന്യാസ സഹോദരങ്ങൾക്കെതിരായിട്ട് മറുതലിക്കാനായിട്ട് പോയില്ല.
തൻ്റെ വിശുദ്ധി മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാനായിട്ട് പരാതിയുമായിട്ട് മറ്റുള്ള ഇടങ്ങളിലെ ഒന്നും പാദ്രിപ്പിയെ പോയില്ല. ആ സന്യാസ ആശ്രമത്തിൻ്റെ ഉള്ളറകളിൽ അദ്ദേഹം ക്രൂശിതനായ ക്രിസ്തുവിനോട് തൻ്റെ സഹനങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലും ചിലവഴിച്ചപ്പോൾ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ആ സഹനം കൃപയായി മാറി ലോകം മുഴുവനും ആദരിക്കുവാൻ തക്കവിധമുള്ള ഒരു വലിയ വിശുദ്ധനായിട്ട് വിശുദ്ധ പാദ്രി പിയോയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സഹനങ്ങളോടെടുത്ത സമീപനമാണെന്ന് തിരിച്ചറിയണം. സഹനത്തിന് കാരണമാകുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും വെറുക്കാതിരിക്കുക. കാരണം നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പാത ഒരുക്കുന്നവരാണവർ. വിശുദ്ധ പാദ്രി പിയോ ആയിരുന്ന സമൂഹത്തിലെ സ്ഥാപകനായ അസീസിലെ ഫ്രാൻസിസിൻ്റെ വാക്കുകളായിരുന്നു സഹനത്തിന് കാരണമാകുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും വെറുക്കാതിരിക്കുക. കാരണം അവരാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പാത ഒരുക്കുന്നവർ. സഹനം നമുക്ക് തരുവാൻ സഹനത്തിന് കാരണമാകുന്ന വ്യക്തികളും സാഹചര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വർഗീയ പാത ഒരുക്കുന്നവരാണെന്ന് തിരിച്ചറിയണം. എപ്പോഴൊക്കെ വേദനയും തകർച്ചകളും കടന്നു വരുന്നോ ആ നിമിഷങ്ങളിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ ഓർക്കുക, നിശബ്ദനാവുക. കുരിശിലെ യോഹന്നാൻ്റെ നിലപാടായിരുന്നു. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ എപ്പോഴും വേദനയും തകർച്ചകളും കടന്നു വരുന്ന നിമിഷങ്ങളിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ ഓർക്കുകയും നിശബ്ദനായി തൻ്റെ ജീവിതത്തെ നയിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സഹനങ്ങളൊക്കെ ഒരു ഭാരമായി തോന്നിയില്ല. വീണ്ടും വിശുദ്ധ ജമ്മ ഗൽഗാനി സഹനത്തിലൂടെ കടന്നുപോയ വിശുദ്ധയാണ്. വിശുദ്ധ ജമ്മ ഗൽഗാനി പറയുന്നത്, ക്രിസ്തുവിനെ ശരിയായി സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സഹിക്കാൻ പഠിക്കുക. അപ്പോൾ സഹനം ക്രിസ്തുവിനെ സ്നേഹിക്കാൻ സഹായിക്കും. നീ ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സഹനങ്ങളെ സഹിക്കാനായിട്ട് പഠിക്കുക. ആദ്യം സഹിക്കാൻ പഠിക്കുക. കാരണം ആ സഹനങ്ങളെ ഓർത്ത് പരാതിപ്പെട്ട് ഈ വിഷമിപ്പിക്കുന്ന മനോഭാവങ്ങളും നിലപാടുകളും എടുക്കാതെ അതിനെ സഹിക്കാൻ പഠിക്കുക. അപ്പോൾ നിനക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് ഈ സഹനം നിന്നെ സഹായിക്കും. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10, ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. അതെ, ക്രിസ്തുവിനെ പോലും പിതാവായ ദൈവം സഹനത്തിലൂടെയാണ് കടത്തിവിടുന്നത്. നമ്മൾ കാണുന്നുണ്ട്. കുരിശിൻ്റെ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ എല്ലാവരും തന്നെ വിട്ടുപോയ ആ ഒരു നിമിഷത്തിൽ ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചുവെന്ന് സഹനത്തിൻ്റെ ആ ഭീകരതയുടെ നിമിഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പോലും ആ സഹന അനുഭവങ്ങളുടെ നിമിഷങ്ങളിൽ ആ വേദന ഉയർന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലും സമാനമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഓർത്തുകൊള്ളണം, അവൻ്റെ കുരിശിൻ്റെ കീഴെ ആണെന്നുള്ള തിരിച്ചറിവ്. ക്രിസ്തു ആ നിലവിളിയുടെ ആ നിമിഷങ്ങളിൽ അടുത്ത നിമിഷം ക്രിസ്തു അനുഭവിക്കുകയാണ്. വേദനയുടെ ആ നിമിഷങ്ങളിൽ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ഭാവവും തൻ്റെ ശരീരത്തോടും സഹനത്തോടും ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ള ആ അനുഭവം എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം പോലും കൈവിട്ടു എന്നുള്ള അനുഭവത്തിലേക്ക് അറിയാതെ വിളിച്ചുപോയി. ആ നിമിഷം തന്നെ പിതാവിൻ്റെ കരങ്ങളുടെ സാന്നിധ്യം, പിതാവിൻ്റെ കരങ്ങളിലാണ് താനെന്നുള്ള തിരിച്ചറിവ് ക്രിസ്തുവിനെ ശാന്തമായി അത് പൂർത്തീകരിക്കാൻ സഹായിച്ചു. ക്രിസ്തുവിന് തൻ്റെ ദൗത്യം, ആ സഹനങ്ങളെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. പിതാവേ, അങ്ങേ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഓരോ സഹനങ്ങളുടെ നിമിഷങ്ങളിലും എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുമ്പോഴും ദൈവം പോലും കൈവിട്ടുവോ എന്നുള്ള ചിന്ത വരുമ്പോഴും ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 9 പറയുകയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, നിരാശ, കുറ്റബോധം, ഭയമൊക്കെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ തിന്മകളെ നമ്മൾ എതിർക്കണം. ഈ തിന്മകളെ എതിർത്ത് നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:20, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നമുക്കറിയാം ജോബിൻ്റെ ജീവിതം മുഴുവനും സഹനങ്ങളുടെ അനുഭവങ്ങളായിരുന്നു. പ്രിയമുള്ളവരെ, ജോബ് അവസാനം പറയുന്നുണ്ട്, ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു.
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം ജോബിൻ്റെ ജീവിതത്തിൽ ഒരു പൂർത്തീകരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇന്ന് സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നവരൊക്കെ പലരും പറയാറുണ്ട്, അച്ഛാ, യേശു ഞങ്ങളുടെ കൂടെയുണ്ട്, കർത്താവായ യേശു ഞങ്ങളെ താങ്ങുന്നുണ്ട്, യേശു ഞങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട്. മാക്സിമിലിയൻ കോൾബെ തടവറയുടെ ആ തടങ്കലിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ കൂടുതൽ സഹിക്കാൻ തയ്യാറാകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ക്രിസ്തു അവനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. സഹിക്കുന്ന ഓരോരുത്തരുടെ കൂടെയും ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള ബോധ്യമോ അനുഭവമാണ് സഹനത്തെ അതിജീവിക്കാനായിട്ടുള്ള കരുത്ത് ലഭിക്കുന്നത്. ഈ ദിനത്തിൽ സഹനം, പ്രിയമുള്ളവരെ, അത് കുരിശിൻ്റെ സഹനങ്ങൾ കുരിശിലൂടെ രക്ഷയിലേക്ക് നയിക്കുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സഹനമില്ലാതെ ഉയർപ്പില്ല, ദുഃഖവെള്ളിയില്ലാതെ ഈസ്റ്റർ ഇല്ല എന്ന് നമുക്കറിയാം. ഓരോ സഹനങ്ങളും നമ്മളെ ഉയർപ്പിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ കഷ്ടതകൾ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ എത്രയോ നിസാരമാണെന്ന് വിശുദ്ധർ പറഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിലും ഇത് പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ വസ്ത്രങ്ങൾ വെളുപ്പിക്കുവാനും വിശുദ്ധിയുടെ ജീവിതം നയിച്ച് നിത്യരക്ഷയ്ക്ക് അവകാശികളായി മാറുവാനുമാണല്ലോ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സഹനങ്ങൾ. കർത്താവെ, ജീവിതത്തിലെ ഒരു സഹനവും വിലയില്ലാതായി മാറ്റാതിരിക്കുവാൻ, ഓരോ സഹനങ്ങളെയും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി കാഴ്ചവെച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് വിശുദ്ധിയിലും നന്മയിലും സാഹോദര്യത്തിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.